ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയാ, ഞാൻ തന്നെ ഇത് തീർക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം സൂപ്പർ സിറ്റിൻ്റെ ഒരു പുതിയ വീഡിയോ വന്നതാണ് ഗൈസ്. നമ്മൾ അപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് വിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ സാധാരണയൊക്കെ പാക്ക് നമ്മൾ ആ വണ്ടി ഇട്ടിട്ടുണ്ട്. താഴത്ത് കിടക്കുന്ന ബ്ലാക്ക് വാനാണ് ഗൈസ്. നമ്മൾ പുതിയ മേടിച്ചാണ്, പുതിയതായിട്ട് മേടിച്ച വാനാണ് ഗൈസ്. നമ്മൾ താഴത്തുനിന്ന് വാനിലേക്ക് എല്ലാ സാധനങ്ങളും ഇട്ടുന്ന് ഗൈസ്. എന്താ അവിടെ ഈ സംഭവം ഓപ്പണാക്കിയതാ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കും കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. സെറ്റപ്പാണ് വണ്ടി. നമുക്ക് നേരെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയാണ്ട് എൻജിനൊക്കെ ഇപ്പാണ് കേട്ടോ ഗൈസ്. എൻജിന് ചെറിയ വർക്ക് ഉണ്ട് നോക്കിയാണ്ട് തന്നെ നമ്മൾ ഓണാക്കിയ. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് തന്നിട്ട് ഗൈസ്. അത് നമുക്ക് വണ്ടി കയറാം. കയറുന്ന ആനിമേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാം ഓഫായിന്ന് നമുക്കിനി വണ്ടി എടുത്താൽ മതി. എല്ലാ ഡോറും ഓഫായിട്ടുണ്ട് ഗൈസ്. നമുക്ക് പുതിയ വീട് 5 lakhs നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് പോയി നമുക്ക് കാണണം. പിന്നെയും രസമായിട്ട് വിടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ദുബായിൽ നിൽക്കരുന്നിട്ട് ഗൈസ്. നമുക്ക് നാട്ടിൽ പോയി നാട്ടിൽ സെറ്റാവണം ഗൈസ്. പിന്നെ നാട്ടിലേക്കാണ് പോണേ. പിന്നെ നാട്ടിലെത്തിയിട്ട് കാണാം. എൻ്റെ ഭയല്ല വെയിറ്റ് ആൻഡ് സി. അപ്പം നാട്ടിലെത്തി കാണാം. വെയിറ്റ് ആൻഡ് സി. അങ്ങനെ നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അതല്ലേ നമുക്ക് വണ്ടി കയറാം. അതാണ് നമ്മളെ വണ്ടി. ജസ്റ്റ് ഒന്ന് തട്ടിയുള്ളൂ ഗൈസ്. അത് പ്ലെയിനിൽ ഇതിൽ തട്ടിയായിക്കൊണ്ട് തോന്നുന്നു. ഏതായാലും ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്. നല്ല രീതിയിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഗൈസ്. അതുപോലെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മളെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ലക്ഷറീസ് കാർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം വണ്ടി ഏതാണെന്നൊക്കെ നമുക്ക് ഗാരേജ് പോയിട്ട് കയറിയാട്ടോ ഗൈസ്. ഗാരേജ് പോയിട്ട് കയറിയാൽ ഇന്നലെ നമ്മളെ സിവിക്കും കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സിവിക്കിൻ്റെ വീഡിയോ ഒക്കെ നേരെ അവിടെ പോയി കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം നേരെ കാണുന്ന വീടാണ് കേട്ടോ ഗൈസ്. ഇവിടെ എല്ലാം ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും ഗൈസ്. അതാണ് കുഴപ്പം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നേരെ വണ്ടി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ CPM ആദ്യമായിട്ട് നമ്മൾ സ്വന്തം പൈസക്ക് ഒരു വീട് മേടിച്ചേക്കുന്നത്. ഇതുവരെ നമ്മൾ മോഡലൊക്കെ ആയിട്ടായിട്ട് കളിച്ചിരുന്നത്. അപ്പോൾ സ്വന്തം പൈസക്ക് ഒരു വീട് മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു ഗെയിമും കാണിച്ചു തരാണ്ട് ഗൈസ്. അങ്ങനെ വേറെ എന്തല്ല ഗെയിമിൽ ചെറിയൊരു വർക്ക് ചെയ്തു ഗൈസ്. ഇവിടെ വന്നപ്പോൾ നല്ല രീതിക്ക് മഞ്ഞ് വണ്ടിക്ക് എഫക്റ്റ് ഉണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് വീട്ടിലേക്ക് വണ്ടി കയറ്റാവുന്നില്ല. കാരണം വീട്ടു വണ്ടി കയറില്ല. കാരണം അത്ര കയറ്റുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി അറിയാം. അതെല്ലാം സാധനം കയറ്റാൻ കയറും. അവിടെ ഒരു ഇതുണ്ടാവുന്നുള്ളൂ. അതായത് നമുക്ക് നേരെ പോയി വാതിലൊന്ന് തുറന്നിട്ടിട്ട് നേരെ വന്നിട്ട് കയറാം. നമ്മളെ പുതിയ കാറ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2 വണ്ടി സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. മറ്റേൻ്റെ ഒരു അശ്രദ്ധ മൂലം പോയാണെന്ന് പറയുള്ളൂ ഗൈസ്. അറിയാതെ നെക്കി പോയതാണ്. ഇതൊക്കെ എത്ര കൂട്ടിയിരുന്നു. കുറച്ച് മുന്നോട്ടിടുക. കാരണം വണ്ടി തട്ടിന്നാട്ടെ. അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നോട്ടിടുക. അവിടെ എടുത്ത് വണ്ടി അടിച്ചാലും കുഴപ്പമില്ല. നമുക്കിവിടെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ഗൈസ്. അപ്പോൾ അവിടെ ഇട്ടാൽ മതി. ഒരു കുഴപ്പമില്ല ഗൈസ്. ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഏതായാലും കുറച്ച് മുന്നോട്ടാക്കില്ല. ഞാൻ ടിക്കറ്റ് തുറക്കട്ടെ ഗൈസ്. ടിക്കറ്റ് തുറക്കണം. അപ്പം ടിക്കൊക്കെ ഒന്ന് തുറന്ന് ഇടാനായിട്ട് ഗൈസ്. ടിക്ക് ഓപ്പണാണ്. അപ്പം നേരെ നമുക്ക് പോയി സാധനമൊക്കെ ഒന്ന് ബൈക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാം. ഇതാണ് നമ്മളെ വീട്. അപ്പോൾ വീടൊന്ന് കാണിച്ചു തരാം. വീട് നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളൊരു മോഡിൻ്റെ വീഡിയോ ആയിട്ട് വീടിൻ്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് കാണാത്തവർക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ ചെറിയൊരു റൂമാണ് കേട്ടോ ഗൈസ്. വെരി നൈസാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഇതിൽ നമ്മൾ ഒരു വണ്ടി കൂടി ഓർഡർ ചെയ്ത് തന്നിട്ട് ഗൈസ്. സുബാറ പോവാണ് പോയിക്കോട്ടെ ഗൈസ്. പക്ഷെ വേറൊരു മുതൽ ഇറങ്ങുന്നുണ്ട്. സുബാറ ഇറക്കും ഗൈസ്. അതിൻ്റെ ഒരു അശ്രദ്ധ മൂലം പോയതാന്ന് പറയുകയാണെങ്കിൽ സംഭവം വേറൊന്നുമല്ല.
ബെൻസ് ഏതായാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തതാണ് ഗൈസ്. ഒരു മച്ചാనికి എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയാണ് ഈ ഒരു പുതിയ വണ്ടി. അപ്പോൾ ബെൻസ് നമ്മളെ പോയത് അത് നമുക്ക് ഇനി ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു വണ്ടിയായിരുന്നു കേട്ടോ ഈ ബെൻസ് എന്ന് പറയുന്നെങ്കിൽ. നമുക്ക് അടുത്ത ഒരുപാടില്ലെങ്കിലും കിട്ടും ഗൈസ്, നമ്മൾ തിരിച്ചെടുക്കും. ഗൈസ് അതല്ല സൂപ്പർ പോയെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു എക്സ്ചേഞ്ചിൻ്റെ ചെറിയൊരു നോട്ടിഫിക്കേഷൻ വരുന്ന അറിയാതെ ശരിയൊന്നും നെക്കി പോയതാണ് ഗൈസ്. അതായത് ആ ടിക്കൊന്ന് എനേബിൾ ചെയ്തപ്പോൾ വണ്ടിയിൽ പോയി. പിന്നെ കിട്ടിയത് നമ്മളെ താറായിനി. പിന്നെ നമ്മളെ താറ് കൊണ്ടുപോയി നമ്മളെ കയ്യിൽ താറുണ്ട് ഗൈസ്. നല്ല മോഡിഫിക്കേഷൻ ചെയ്ത അതും കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഇവരെ ചെയ്ത വണ്ടി ഏതായാലും നല്ല കിറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ രക്ഷയില്ല ഗൈസ്. അല്ല അതിനും കിറ്റിട്ട് കൊടുക്കേണ്ടി വരിക ഗൈസ്. അപ്പം ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ ബേർഡ്സൊക്കെ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് പോകാൻ ഗൈസ്. അപ്പം നമുക്ക് BM ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സിവിക്ക് എടുക്കാൻ പോവാം. BM ഒന്ന് എടുത്ത് നമ്മളെ BM എടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടീന് കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി എല്ലാം ലോറി ചെയ്ത വണ്ടിയാണ് ഗൈസ്. അപ്പോൾ വണ്ടിയിൽ മുന്നൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ പെയിൻ്റ് ജസ്റ്റ് ചേഞ്ച് ചെയ്തെന്ന് ഫ്രണ്ടിട്ട് ആ കിറ്റും കയറ്റിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിതിന് കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഗൈസ്. നമുക്ക് 1, 2, 3 ചെറിയൊരു ഇത് ചെയ്തിട്ട് ആവുക. ഇതാണ് നമ്മൾ വണ്ടിയുടെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു പെയിൻറ്റിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. W123 പുതിയ ലുക്കാണ് കേട്ടോ ഗൈസ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. ലുക്ക് ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് കേട്ടോ ഗൈസ് വണ്ടിക്കല്ലേ. ഒരു വലിയ സാധനമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടി കൂടുതൽ കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഗൈസ്. പിന്നെ ഇപ്പം ഇത്രയുള്ള നമുക്ക് നേരെ സിവിക്ക് ലോഞ്ച് നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ മെല്ലെ പോവാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളെ കയ്യിൽ തന്നെ പുതിയ പ്രീമിയം കാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഒരു ഓരോ ഫ്രീ ആയിട്ട് തന്നതാണ്. ഐ ആം വെരി ഹാപ്പിയാണ് ഗൈസ്. എൻ്റെ കയ്യിൽ ആകെ ഒരു നല്ല വണ്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. വീടൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് പോർഷെ 911 ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ ഗൈസ് ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഗാരേജൊക്കെ ഓപ്പൺ ആക്കിയത് അതിൻ്റെ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ വേനത്തിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ ഗൈസ്. നമ്മൾ വണ്ടി ആഡ് ചെയ്തിട്ടില്ല. ഞാൻ വണ്ടിയുടെ കാര്യം നോക്കുമ്പോൾ വണ്ടി ഞാൻ പുറത്തിറക്കിയിട്ട് കാണിച്ചു തരാം. വണ്ടി ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ ഗൈസ് അങ്ങനെയാണ് കേട്ടോ ഗൈസ്. ഞാൻ ഡോർ ഓപ്പൺ ആക്കി കണ്ടില്ല ഗൈസ്. അങ്ങനത്തെ സംഭവമാണ് വണ്ടീന്. അതായത് ഞാൻ ഹാപ്പിയാണ് ഗൈസ്. വണ്ടി വീട് ഫുള്ള് കൂട്ടിയിട്ട് പോകാം ഗൈസ്. ഓദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പോകില്ല ഗൈസ്. ഏതായാലും ഇത് കൂട്ടുക. അപ്പം നമുക്ക് അടുത്തിട്ട് കാണാം. ഇപ്പം ഗൈസ് ഏതോ ഒരുത്തൻ്റെ റൂമിലാണ് ഇപ്പം നമ്മൾ കയറിയത്. ഏതോ ഒരാളുണ്ടാക്കിയ റൂമിലാണ് ഗൈസ് കയറി. ഇപ്പം എല്ലാവരും റൂമിൽ അല്ല ഒരാളെ റൂമിൽ കയറാമെന്നായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് ഗൈസ്. ഏതായാലും ആരോന്നുണ്ട്. അതായത് നമുക്ക് തന്നെ വണ്ടി കയറാട്ടോ ഗൈസ്. വണ്ടി നേരെ കയറുക, ഒന്നും നോക്കില്ല. അടുത്ത് നേരെ നമ്മൾ ട്രോപ്പിക്കിലെ ഗിരേജിക്കാണ് പോകണം. അപ്പോൾ മച്ചാൻ ഉണ്ടെങ്കിൽ മച്ചാനും വരാൻ പറയാം കേട്ടോ ഗൈസ്. അപ്പം ഗൈസ് മച്ചാനോട് ഫോളോ മീ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അവിടെ ഇറക്കിയിട്ടുള്ളൂ. വണ്ടി ഫുള്ള് ചളിയായിട്ടുണ്ട്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഫുള്ളി സ്റ്റോക്കാണ് കേട്ടോ. എഞ്ചിൻ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മൾ കാറ് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൻ്റെ പുറകെ കണ്ടിട്ട് ഗൈസ് കാറ് എന്ന് പറഞ്ഞ വണ്ടി ഇവിടെ കറക്കിട്ടിട്ട് ഗൈസ്. ലോവറൊക്കെ കിട്ടി ലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ബേക്കിൽ അൻഷു ഗെയിമിൻ്റെ മോനെ കിറ്റ് പൈസ ഒന്നും നോക്കണ്ട. എന്നിട്ട് കിറ്റ് നല്ല കയറ്റിയിട്ടുണ്ട് ഗൈസ്. അതായത് നമ്മളെ വണ്ടി നമ്മളെ സീനാക്കി എൻ്റെ പണി തിരക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും വണ്ടി കയറി നോക്കിക്കാം. ഏതായാലും വണ്ടി കയറിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്.
അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. ഓ ഇൻറ്റീരിയർ പക്ക സ്റ്റോക്ക് ഇൻറ്റീരിയറാണ് ഗൈസ്. ഇൻറ്റീരിയർ പണ്ടത്തെ ഇൻറ്റീരിയർ ഇന്ത്യക്ക് കൊടുത്തേക്കുന്നുണ്ട് ഗൈസ്. ഏതായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് ഗൈസ് മോനെ. അപ്പം പബ്ലിക് റിയാക്ഷൻ നമുക്ക് നോക്കാം. ഏതാ കാട്ടൊന്ന് കയറി വരുന്നുണ്ട് ഏതൊരുത്തെ. ഏതായാലും നമുക്ക് പബ്ലിക് റിയാക്ഷൻ നോക്കിയിട്ട് വരും കാണാം. തെങ്ങ് കുടിച്ചിട്ട് മച്ചാനെ എന്താണ് മച്ചാനെ തെങ്ങ് കുടിച്ചിട്ട് വരുന്നുണ്ട് ഗൈസ്. ഏതായാലും മച്ചാൻ വന്നിട്ടുണ്ട്. വണ്ടി അടിപൊളിയാണല്ലോ മച്ചാനെ. അവളെ കയറിയിട്ടുണ്ട്. മച്ചാൻ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് തരാൻ. നീ വണ്ടി ഒന്ന് കാട്ടുകൊണ്ടില്ലല്ലോ കേട്ടോ. ആ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഈ വണ്ടി കിട്ടില്ലാനായിട്ട് തന്നെ നമുക്ക് പണിത്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോനെ. പൊളി മച്ചൻ്റെ ഡ്രൈവിങ്ങൊക്കെ പൊളിയാണ് ഗൈസ്. മച്ചൻ ഡ്രിഫ്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കുണ്ട് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇത്രയാണ് നമ്മളൊരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബായ്. പോകുമ്പോൾ സബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഗൈസ്. അത് കാട്ടിലൊക്കെ കൊണ്ടിട്ട് എനിക്ക് അരിഞ്ഞ കൊല്ലു. അടുത്ത വീഡിയോ കാണാം. ബായ്.